നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? നിങ്ങളെന്താ ഡോറാബുജി കളിക്കുകയാണ്? ഡോറാബുജി കളിച്ചതല്ല, എവിടെയാണെന്ന് അറിയാമോന്ന്. നിങ്ങളെന്നെ കാഴ്ച ബംഗ്ലാവ് കാണിക്കാൻ കൊണ്ടുവന്നതാ? ഇല്ല, പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്നതല്ലേ? അതെ. അപ്പൊ ഇത് പെണ്ണിന്റെ വീടാന്ന് എനിക്ക് അറിഞ്ഞൂടെ? അതെനിക്കറിയാലോ, പിന്നെന്താ? എന്നാലും നിനക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ചോദിച്ചതാണ്. നിന്റെ ഈ സ്വഭാവം ഇവിടെ പുറത്തെടുക്കരുത്. പിന്നെ ഒരു ഓട്ടോക്കാരനാണെന്ന് ആദ്യം തന്നെ പറയരുത്. ഇല്ല, മനസ്സിലായല്ലോ? ഒന്ന് അടങ്ങ് കേട്ടോ. പക്ഷെ തട്ടിക്കേറി ഞാൻ കേറി കൊടുത്തു. ഒന്ന് അടങ്ങാൻ പറഞ്ഞില്ലേ? മനസ്സിലായോ? അതെ, അല്ലാതെ സമയമില്ല. എന്താ? എനിക്ക് മക്കളെ കൊണ്ടാക്കാനുണ്ട്. നിനക്ക് എത്ര മക്കളുണ്ട്? 15 മക്കള്. 15 മക്കളോ? ആ. എടാ, 15 മക്കളുള്ള ഒരുത്തനെയാണോ ഞാൻ ഈ പെണ്ണ് കാണാൻ കൊണ്ടുവന്നേക്കുന്നത്? കല്യാണം കഴിച്ചുള്ള മക്കളല്ലാന്ന്. പിന്നെ എനിക്ക് സ്കൂളിലേക്ക് ട്രിപ്പ് കൊണ്ടുപോകല്ലേ? ആ, അതായിരുന്നോ? ആ. ദൈവമേ, ഇപ്പൊ ഞാൻ ഇല്ലാത്ത ഹൃദയം പൊട്ടി ചത്തുപോയി. എടാ, ഞാൻ നിന്നെ എത്ര പെണ്ണുങ്ങളെ കൊണ്ട് കാണിച്ചടാ? ഒരു 100-150 വീട്ടില്. ആണല്ലോ. ആ. ആണല്ലോ. അതിന് ചോള എണ്ണി തരുന്നില്ലേ? പൈസ എണ്ണി തരുന്നില്ലേ? പൈസ എണ്ണി ഇങ്ങോട്ട് തന്നാ പോരാ. പിന്നെ അതിനേക്കാൾ കൂടുതൽ പൈസ ഞാൻ ആശുപത്രി കൊണ്ട് കൊടുക്കും. എന്ത് പൈസ? എടാ, 250 പെണ്ണിന്റെ വീട്ടിൽ കയറി ഇറങ്ങിയപ്പോ ഞാൻ തിന്ന ലഡുവിനും ജിലേബിക്കും കണക്കില്ലാഞ്ഞിട്ട് ഷുഗർ കയറി അടിച്ചിട്ട് ഞാൻ ആശുപത്രി കൊണ്ട് പൈസ കൊടുക്കുമായിരുന്നു. അവസാനം സ്വന്തമായിട്ട് എന്റെ വീട്ടിൽ ഞാനൊരു ലാബ് തുടങ്ങി. അറിയാമോ നിനക്ക്? ജനസേവനാർത്ഥം. ജനസേവനാർത്ഥമല്ല, എന്റെ ജീവനാർത്ഥം. അതാണ് എന്റെ അവസ്ഥ. ഇവിടുത്തെ അച്ഛൻ ഇച്ചിരി കണിശക്കാരൻ. എന്നാ ഒരു 10,000 രൂപ മേടിച്ചോ. എടാ പൊട്ട, പലിശക്കാരനല്ല, കണിശക്കാരനാണത്. കണിശക്കാരനോ? പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ നീ കുറച്ചുകൂടെ കാര്യഗൗരവമുള്ള ആളാണ്. അപ്പൊ നിന്റെ സ്വഭാവം പുള്ളിയുടെ സ്വഭാവം തമ്മിൽ ചേരാൻ ഇച്ചിരി സാധ്യത കുറവുള്ളത് കൊണ്ട് നീ ഒന്ന് പൊടിക്കതുങ്ങണം. നോക്കാൻ ശ്രമിക്കാം. നിനക്ക് പെണ്ണ് കെട്ടണ്ടേ? അതിന് കിട്ടണ്ടേ? കിട്ടണമെന്നുണ്ട് നീ ഒന്ന് ഒതുങ്ങണം. അതാ പറഞ്ഞു വന്നത്. ഒരു മിനിറ്റ്. സുധാകരേട്ടാ, സുധാകരേട്ടാ. സംഭവം കേട്ടിട്ടുണ്ട്. സാധാരണ കണ്ണ് കാണാൻ മേല. ഓ, ഹെഡ്ലൈറ്റ് ഇല്ല, ചെവിയും കേൾക്കാൻ മേല, സൈഡ് മിററും ഇല്ല. ആരാ? നല്ല ഹോണാണല്ലോ. പിരിവുകാരാണ് ഇങ്ങോട്ട് വരുന്നത്. 10ന്റെ പൈസ ഇവിടെ ഇല്ല. അയ്യേ, ജോണ, ഇതെന്താ മധുരമുഖ വാർത്ത? ഇത് മനോഹരൻ. ഇതോ? അതെ, മനോഹരനോ? ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ലേ, ഫേഷ്യൽ ചെയ്തിട്ട് വന്നാൽ മതി. അത്യാവശ്യം തിരക്കുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ജോണേ, ഇത്ര തിരക്കുള്ള ആളായിട്ട് എന്തിനാ ജോണ് വന്നു? അതെന്തേ? അല്ല, എന്തിനാ ഇത്ര തിരക്കുണ്ടൊക്കെ വന്നു? അപ്പൊ ഒറ്റയ്ക്ക് വന്നാൽ മതിയായിരുന്നു. ഒറ്റയ്ക്ക് വന്നാ പോരായിരുന്നോ? ആ കളി കൊള്ളാമല്ലോ. അതല്ല പറഞ്ഞത്, അവന് ഇച്ചിരി സമയപ്രശ്നമുള്ള ഒരാളാണ്. അതെ, സമയപ്രശ്നമുള്ളതാണല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശശിപ്പണിക്കരടുത്തൊന്ന് പോയാൽ അവരുടെ ടൈം കറക്റ്റ് ആവും. പണിക്കിനടുത്ത് പോകുന്ന സമയപ്രശ്നമല്ല, പിന്നെ ജോലി തിരക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമയപ്രശ്നത്തിന്റെ കാര്യമാണ് അവൻ പറയുന്നത്. അങ്ങനെ. അതെ അതെ. പിന്നെ ഞങ്ങൾ വന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിനെ ഒന്ന് വിളിക്കണം. വിളിക്കണം. അതെ അതെ. ഇതില് ആരെ വിളിക്കണ്ടേ? ഇത് കൊറേ ലിസ്റ്റ് ഉണ്ടല്ലോ. ഇത് റോസാണി. ഇതൊക്കെ എന്റെ ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്സാ. 250 രൂപ ഒരു മണിക്കൂറിന്. അതെ. കാര്യങ്ങളൊക്കെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് അതിന്റെ നല്ലത്. അപ്പൊ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പെണ്ണിനെയാണ്. എന്റെ പെണ്ണിനെ ചോദിക്കേ? എന്റെ പെണ്ണ് ഇൻസ്റ്റഗ്രാമിലില്ല, അവള് വാട്സപ്പിൽ വരൂല. നിങ്ങൾ എന്താ വിചാരിച്ച എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ പെണ്ണിനെ ചോദിക്കേ? അയ്യ, അതല്ല പറഞ്ഞത്. നിങ്ങളുടെ മകളെ ഒന്ന് കല്യാണം കഴിക്കാൻ ഇവര് വേണം. കല്യാണം ആലോചിച്ച് വന്നതാന്ന്. സർക്കാർ ജോലിക്കാരല്ലാത്ത ഒരു കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ജോണിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ സർക്കാർ ജോലിക്കാരാണോ ഇല്ലയോ എന്നുള്ളത് ചേട്ടൻ അറിയാതെയാണല്ലോ സംസാരിക്കുന്നത്. ഇവൻ ആരാണെന്ന് വെച്ചോണ്ടാ? ഇവനാരാ? ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്. ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണല്ലേ? ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ സർക്കാർ ജോലിയിൽ പെടുത്താൻ പറ്റും? സർക്കാർ ജോലി പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സർക്കാർ അംഗീകൃതമാണോ എന്ന് ചോദിച്ചാൽ എന്നാ അംഗീകൃതമല്ലാതിരിക്കുന്നതാണ് അതിന്റെ ഒരു അംഗീകൃതം എല്ലാം കൂടെ ഉള്ള ഒരു ശമ്പളവും എല്ലാം കിട്ടുന്ന ഒരാളാണ്. സത്യത്തിൽ എന്താണ് ജോലി? സത്യത്തിൽ എന്താണ് ജോലി? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എനിക്കറിയാൻ പാടില്ല, കയ്യിൽ നിന്ന് പിടിവിട്ട് പോയി. സംഭവം എന്താ ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ സംഭവം? ഞാനിവിടെ വായിച്ചു കേട്ടേക്കണ ഈ സാധനം. ആ പുസ്തകം എനിക്കായിരുന്നു. എന്തിനാണ്? എനിക്ക് വായിച്ചു പഠിക്കാനാ. നിങ്ങൾ എന്താ അവിടെ പിറപിറക്കണം? എന്താ പിറപിറക്കണല്ല, അവനൊരു എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു. സത്യത്തിൽ അവൻ എന്താ ജോലി? അവന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാക്കി പോലീസ്.
പക്ഷെ ഞങ്ങളെ വീട്ടിലെ വക്കീലുണ്ട് ഡോക്ടറുണ്ട് പക്ഷെ ഒരു പോലീസുകാരനായിട്ട് ഒരു ബന്ധമില്ല. അല്ല ഇവൻ വരുമ്പോ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിക്കോളും. അത്രയ്ക്ക് മിടുക്കനാവൻ. ഞങ്ങട് മാറി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതെ അച്ഛാ കള്ളമായിന്റെ മോനെ എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ വന്നയാല് അത് കെട്ടും ചെയ്യും. ഞാൻ കഴിയും അടിച്ച് ഞാൻ പരിപ്പെടുത്തില്ല എന്നെ അനുഗ്രഹിക്കണം. ആരും അടിച്ച് കോത്താളത്തിലേക്ക് ചെയ്യണം. മനസ്സിലായി? എടാ ഇനി വന്നേടാ. അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്ക്. ഇങ്ങ് വന്നേ ഇങ്ങ് വന്നേ. ജോണേ എന്തോ നല്ല കുട്ടിയാണല്ലോ. നല്ല കുട്ടിയാണല്ലോ. ഇതേതോ ഒരു മിനിറ്റ്. ഇത് എവിടെ കൊണ്ടാ വെച്ചേക്കണത്? ആ ഇവിടെ കണ്ടോ. നല്ല ചെക്കനാ. ഇവൻ കുരുത്തമുള്ളവനാണല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്. കണ്ടോ ഞാൻ ഒരു വിധത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ മതി. ജോണേട്ടാ എന്തോ ഒരു സത്യം ഞാൻ പറയട്ടെ. എന്താ? ഈ നോണ പറഞ്ഞിട്ടുള്ള കല്യാണം എനിക്ക് വേണ്ട. പിന്നെ? ഞാൻ ഓട്ടോ ഡ്രൈവർ എന്ന് പറയും. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് മതി കല്യാണം. ഉദാരേട്ടാ അവൻ സത്യം പറഞ്ഞിട്ട് കല്യാണം കഴിക്കുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ് അവൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ജോണെ ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് സർക്കാർ ജോലിക്കാരല്ലാത്ത ഒരു കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. അതെന്താ? മക്കളെ കൊടുക്കൂല എന്ന് പറഞ്ഞ ജോണെ കൊണ്ടുപോവാനൊക്കെ വേണം നല്ലത്. അത് ശരി. എന്ത് അങ്ങനെയുള്ള കളിയൊക്കെ നടക്കൂല. എന്താ ബുദ്ധിമുട്ടിയാ? സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഞാൻ കൊടുക്കൂ. ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തു ബാക്കി വെച്ച് ഇവിടെ ഇരുന്നോണി. അവസാനം ഫ്രിഡ്ജിലെ കയറ്റി വെക്കേണ്ടി വരും. വിത്തിന് മനസ്സിലായോ? നാട്ടിലുള്ള സമൂഹ സേവനങ്ങളൊക്കെ ചെയ്യണം. ഞങ്ങളെ ജോണെ ഞാൻ അടിക്കും. ഓനെ പുറത്താക്കിക്കോ. ഞാൻ അടിക്കും പുറത്താക്കിക്കോ. പിന്നെ വീട്ടിൽ നിന്ന് അടിച്ചു എന്ന് പറയരുത്. അല്ല അവനെ അടിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഇപ്പൊ തന്നെ പോകും. അതുകൊണ്ടാ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ഉണ്ടാക്കി. അല്ലേ ഇപ്പൊ നടക്കൂല്ലേ? നിങ്ങൾക്ക് താല്പര്യമില്ലല്ലോ. എനിക്ക് താല്പര്യമില്ല. അത് പറഞ്ഞാ പോരെ? അത് പറഞ്ഞാൽ മതി. താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ മതി. നിനക്ക് താല്പര്യമില്ലല്ലോ. എനിക്ക് താല്പര്യം. എന്നാ പിന്നെ നീ എന്ന് പോ. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും കേട്ടോ. ഇവിടെ വീട്ടിൽ കിടന്ന് തലമുണ്ടാക്കാതെ ഇറങ്ങിപ്പോകാൻ. എന്റെ പൊന്ന് പ്രഷർ കയറിയതാണോ? ഞാൻ പറഞ്ഞതല്ലേ പ്രഷർ കയറുന്നത് ഞാൻ പറഞ്ഞതല്ലേ. ഒരു വണ്ടി വിളിക്കി. എന്ത് കാര്യത്തിന്? എനിക്ക് നിൽക്കാൻ വയ്യ. അല്ല നിങ്ങൾക്ക് പരിചയമുള്ള ആശുപത്രി പോകണം. അല്ല നിങ്ങൾക്ക് പരിചയമുള്ള വണ്ടിക്കാരും ഇല്ലേ? പരിചയമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരോ? ആരുമില്ല. എന്നാ പിന്നെ വേറൊരു വഴിയേ ഉള്ളൂ. ഇവിടുന്ന് ഇറങ്ങിപ്പോയ ചെറുക്കനില്ലേ അവനെ വിളിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. വരുമോന്ന് അറിയത്തില്ല. ഞാൻ വിളിക്കാം. ഇങ്ങോട്ട് കയറുന്നേ. ഞാൻ അങ്ങോട്ട് വരൂല. എടാ പറയുന്നത് സുധാകരൻ വയ്യെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവിടെ എടാ നീ ഇങ്ങോട്ട് വന്നേടാ. എനിക്ക് ഞാൻ പറഞ്ഞിട്ടാ നീ ഇങ്ങോട്ട് വന്നേ. എന്റെ വാക്കായിട്ടാണ്. എന്താ സംഭവം? ഇതിനൊന്ന് ആശുപത്രി കൊണ്ടേക്ക്. എന്തിനു കൊണ്ടോണ്? എന്തിനു കൊണ്ടോണ്? നിങ്ങളൊന്ന് എഴുന്നേറ്റ് മനുഷ്യ. എന്താ കളിക്കൊന്നും നിന്നെ കിട്ടൂല. അങ്ങനെ കൊണ്ടോണെന്നില്ല. ഇയാളെ മോളെ എനിക്ക് കെട്ടിച്ചേരണം. എനിക്ക് കെട്ടിച്ചേരണം. എന്തോ ചോദിക്കുന്ന കേട്ടില്ലേ? അല്ല അവൻ ചോദിക്കുന്നതിനകത്ത് ന്യായമില്ലേ? നിങ്ങളിപ്പോ ജീവൻ രക്ഷിക്കാൻ പോണത് അവനാ. അപ്പൊ അവൻ ചോദിക്കുന്നതിനകത്ത് ന്യായമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ മോളെ ഓന് കെട്ടിച്ചു കൊടുക്കാം. പക്ഷെ എന്നെ ആശുപത്രി കൊണ്ടുപോകുന്ന പറയും. ഏത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോണേ? സർക്കാർ ആശുപത്രിക്കാണോ? വേണ്ട. പിന്നെ പ്രൈവറ്റ് ആശുപത്രിക്ക്. അപ്പൊ അതിനൊന്നും സർക്കാർ വേണ്ട. പ്രൈവറ്റ് ആശുപത്രി മതി. എന്ന് കൊണ്ടുപോടാ പൊന്നെ. എന്നൊന്ന് കൊണ്ടുപോടാ. പൊന്നേന്ന് കൊണ്ടുപോലെ ഭാവി അമ്മായിയപ്പ. ഇങ്ങനെ ഒരു കല്യാണം നടത്തി